കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എപ്പോഴും നോക്കുവാനും ചാരുവാനും ഓടിച്ചൊന്ന് അഭയം പ്രാപിക്കാനും ഉറപ്പുള്ള പാറയും കോട്ടയും നമുക്കുണ്ട്. ഈ മരുഭൂമി യാത്രയിൽ നമ്മൾ നടക്കുമ്പോൾ ഒറ്റയ്ക്കല്ല എന്ന ചിന്ത എപ്പോഴും ഉണ്ടാവണം. ഇസ്രായേൽ മക്കൾ 40 വർഷം നടന്നപ്പോഴും അത് മരുഭൂമിയിലാണ് നടന്നത്. നമുക്കൊരു ദിവസം പോലും മരുഭൂമിയിൽ നടക്കാൻ പറ്റില്ല, തളർന്നു വീഴും. അതിശൈത്യം അവിടെ വരും, മരവിച്ചു പോകും, അങ്ങനെയും മരണം സംഭവിക്കും. പക്ഷേ ഈ 40 വർഷം ചൂട് കൂടിയപ്പോഴും തണുപ്പിൻ്റെ കാഠിന്യം വന്നപ്പോഴും ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് പുറപ്പെടാൻ പറഞ്ഞ് ദൈവവും അവർക്ക് മുമ്പായി പുറപ്പെട്ടു. പറഞ്ഞു വന്നതിൻ്റെ സാരം, സഹോദരങ്ങളെ, നമ്മൾ ഒറ്റയ്ക്കല്ല ഈ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ നടക്കുന്നത്. അവിടെ അതികാഠിന്യമായ ചൂട് വന്നപ്പോൾ അവരുടെ ചൂടിനെ കുറയ്ക്കാൻ പകൽ മേഘസ്തംഭമായി AC പോലെ ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. അതിശൈത്യം വരുമ്പോൾ നമുക്കറിയാം നിൽക്കാൻ പറ്റത്തില്ല, തണുത്ത് മരവിച്ചു പോകും, മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ ഒരു ഹീറ്ററിൻ്റെ സാന്നിധ്യം പോലെ അഗ്നിസ്തംഭമായി എൻ്റെ ദൈവം അവിടെ ഇറങ്ങി വന്ന് ടെമ്പറേച്ചറിനെ ക്രമീകരിച്ചു. ഇത് മനസ്സിലായോ? ഏത് സാഹചര്യത്തിലൂടെ നടന്നു പോയാലും അവിടേക്ക് ഇറങ്ങി വന്ന് ഒരു കേടും പറ്റാതെ സുരക്ഷിതമായി എത്തിക്കേണ്ടിടത്തെത്തിക്കാൻ, വിഭജിക്കേണ്ടതിന് വിഭജിക്കാൻ, വിട്ടുതരത്തില്ലെന്ന് പറഞ്ഞ് തിക്കൽ പാറയിൽ നിന്ന് ജലം ചാടി പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് എന്നൂടെ ഓർത്താൽ നമുക്ക് ഭയങ്കര ധൈര്യം വരും. മറിച്ച് നമ്മളെപ്പോഴും പ്രശ്നങ്ങളെ അങ്ങ് വലുതാകുകയാണ്, അതിനെ പർവ്വതീകരിക്കുകയാണ്. അത് വലുതാണ്, ഒരുപക്ഷെ അത് സത്യമായിരിക്കാം. പക്ഷേ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ച അനാദിയായും ശാശ്വതമായ ദൈവമായി ഒറ്റ വാക്കുകൊണ്ട് സകലത്തെ ഉളവാക്കി ലോകത്തിൻ്റെ വെളിച്ചമായവൻ, ഇരുളിനെ മാറ്റിയവൻ, കാനാവിലെ കല്യാണ വീട്ടിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് അത്ഭുതം ചെയ്തവൻ, 4 ദിവസം ചീഞ്ഞു എന്ന് പറഞ്ഞ ലാസറിനെ പുറത്തു കൊണ്ടുവന്ന് അടുത്ത അധ്യായത്തിൽ ഡിന്നറിനിരുത്തിയവൻ, പ്രതീക്ഷ നഷ്ടപ്പെട്ട് പ്രത്യാശയ്ക്ക് ഭംഗം വന്ന, എല്ലാവരും പറഞ്ഞ് കഷ്ടമായി പോയി എന്ന് പറഞ്ഞ നയിനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചമ്മയ്ക്ക് തിരികെ കൊടുത്ത് ദേശത്തൊരാശ്ചര്യചിഹ്നമാക്കി മാറ്റിയവൻ നമ്മുടെ കൂടെ ഇല്ലേ സഹോദരങ്ങളെ? അത് ചിന്തിക്കുക. പ്രശ്നമുണ്ടില്ലെന്നല്ല, അപ്പോൾ ആ കർത്താവിനെ വലുതായി കാണുമ്പോൾ നമ്മുടെ പ്രശ്നം നിസ്സാരമായി തോന്നും, നമ്മുടെ രോഗം നിസ്സാരം. കാരണം ഒരു പാപവും ചെയ്യാത്തവൻ അടിയേറ്റില്ലേ, തിരുശരീരത്തിൽ ആഴമായ മുറിവേറ്റില്ലേ, പച്ച ശരീരമല്ലേ. അടിയുടെ പിണരെന്തിനായിരുന്നു സഹോദരങ്ങളെ? നമ്മുടെ പാപത്തിനു വേണ്ടി മാത്രമല്ല, നമ്മുടെ രോഗത്തെ എടുത്തു മാറ്റാൻ വേണ്ടി, വേദനകളെ ചുമന്നു മാറ്റാൻ വേണ്ടിയല്ലേ യേശു ക്രൂശിന്മേൽ കയറിയത്. നമുക്ക് സൗഖ്യം തരാൻ അവിടത്തേക്ക് കഴിയില്ലേ? വിടുവിക്കാൻ കഴിയില്ലേ? രക്ഷിപ്പാൻ കഴിയില്ലേ? അതുകൂടെ ഇന്ന് പകലെല്ലാവരും ഒന്ന് ഉറച്ച് ധൈര്യപ്പെട്ട
ദൈവത്തിന് മഹത്വം കരാറ്റാൻ തയ്യാറാവണം. എസ്കേൽ പ്രവചനം 36:30 വാക്യം. നിങ്ങളിനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിൻ്റെ നിന്ന് അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിലെ വിളവും വർദ്ധിപ്പിക്കും. പ്രവാസത്തിലായിരിക്കുന്ന ജനം പ്രതികൂലത്തിലൂടെ കടന്നു പോകുകയാണ്. പലതവണ അവർ ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടു, അനുഭവിച്ചു, മനസ്സിലാക്കി, രുചിച്ചറിഞ്ഞു. പക്ഷേ പലപ്പോഴും പിന്തിരിഞ്ഞുപോയി, ബന്ധം വിട്ടുപോയി, അകന്നുപോയി. എങ്കിലും ദൈവം മറന്നു കളഞ്ഞില്ല. കേട്ടോ, ഈ പകലും ഞാൻ വിളിച്ചു പറയട്ടെ, അനുദപിക്കുവാനും മടങ്ങി വരുവാനും. ദൈവമേ, അവിശ്വസിച്ചത് ക്ഷമിക്കണമേ. അങ്ങയോട് ചേർന്നിരിക്കുവാൻ കഴിഞ്ഞില്ല, പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ല, തീഷ്ണതയോടെ നിൽക്കുവാൻ കഴിഞ്ഞില്ല. പലപ്പോഴും അവിശ്വാസങ്ങളും പരാജയങ്ങളും വന്നു. സത്യം എന്ന് പറഞ്ഞു ദൈവം മുൻപാകെ കുമ്പിടാൻ ആരൊക്കെ തയ്യാറുണ്ടോ അവരെ ഇന്നു പകലിലും സൗഖ്യമാക്കാൻ, അവരെ ശക്തീകരിക്കാൻ, ഉദ്ധരിക്കാൻ, പണിയാൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവസഭകൾ ഒന്ന് തിരിച്ചറിയട്ടെ. അഭിഷക്തന്മാർ, കുടുംബങ്ങൾ ഒന്ന് തിരിച്ചറിയട്ടെ. ചിന്തിക്കൂ സഹോദരങ്ങളെ, ഇവിടെ സംഭവിച്ച കാര്യം, ഇവർ മടങ്ങി വരുമ്പോൾ തന്നെ ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ നാമത്തെ ഒന്ന് ഓർക്കും. കേട്ടോ, എൻ്റെ നാമം അശുദ്ധമാക്കാൻ, എൻ്റെ നാമം നിന്ദിക്കപ്പെടാൻ, എൻ്റെ നാമം അപമാനിക്കപ്പെടാൻ, ചോദ്യം ചെയ്യപ്പെടാൻ, നിൻ്റെ ദൈവം എവിടെ എന്ന് ചോദിക്കാൻ, നീ ദൈവവൈതലായിരുന്നിട്ട് എന്തിന് ഈ വേദന എന്ന് ചോദിക്കാൻ, എന്തിന് ഉത്തരം ഇല്ലാത്ത നിൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ചോദിക്കാൻ ഞാൻ അനുവദിക്കുന്ന ദൈവമല്ല. കേട്ടോ, അവിടുത്തെ വചനം അത് തന്നെ പറയുന്നത്. നമ്മുടെ കുറിവാക്യം ശ്രദ്ധിക്കണമേ. നിങ്ങളിനി ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിൻ്റെ നിന്ന അനുഭവിക്കുകയില്ല. ക്ഷാമത്തിൻ്റെ ഒരു നിന്ന. ഞാൻ അക്ഷരീകാർത്ഥം മാത്രമല്ല, പല രീതിയിൽ ക്ഷാമം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. സംതൃപ്തരാകാൻ കഴിയാത്ത കുടുംബജീവിതം, അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന കുടുംബജീവിതം, പൊട്ടിത്തെറിക്കുന്ന അനുഭവങ്ങൾ, ചേർന്ന് നിൽക്കുവാൻ കഴിയാത്തതിന് മാത്രമല്ല പ്രാർത്ഥനയുടെ ക്ഷാമം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ക്ഷാമത്തിലേക്ക് നീങ്ങുന്നു. ആരാധിച്ച് ജയിക്കാൻ കഴിയുന്നില്ല, ക്ഷാമത്തിലേക്ക് നീങ്ങുന്നു. വചനം ധ്യാനിച്ച് ബലമേറ്റെടുക്കാൻ കഴിയുന്നില്ല, ക്ഷാമത്തിലേക്ക് നീങ്ങുന്നു. പക്ഷേ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കാൻ പോയി. ആത്മാവിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കുന്നു. വചനത്തിൻ്റെ വെളിപ്പാടുകൾ നിങ്ങളിലേക്ക് നൽകുന്നു. ഒരാത്മീക വർധനവിലേക്ക് നയിക്കുന്നു. ആരാധനയിൽ ദൈവശക്തി ഇറങ്ങുന്നു. നിങ്ങൾ ആരാധനയിൽ വർദ്ധിച്ചു വരാൻ എന്നുവെച്ചാൽ ആത്മമണ്ഡലത്തിലൊരു വർധനവ് വന്നാൽ സകലത്തെയും ജയിക്കാൻ കഴിയും. പ്രാർത്ഥനയിൽ വർദ്ധിക്കുന്നവൻ, അഭിഷേകത്തിൽ വർദ്ധിക്കുന്നവൻ, കവിയുന്നവൻ സകലത്തെയും കീഴ്പ്പെടുത്തും യേശുവിൻ്റെ നാമത്തിൽ. ഇനിയും കഴിഞ്ഞ ചില മാസങ്ങളായി ഉടഞ്ഞുപോയ, തകർന്നുപോയ ആത്മിക അനുഭവങ്ങൾ ഭയമകത്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തി ശുശ്രൂഷയെപ്പോലും ബാധിക്കത്തക്ക രീതിയിൽ നിങ്ങളെ ഒതുക്കുന്ന മണ്ഡലങ്ങൾ ഇന്നു പകൽ ശാസിക്കപ്പെടുക മാത്രമല്ല, ഒരു വലിയ വർധനവ് ദൈവം ചിലത് വിളിച്ചു വരുത്തുകയാണ്. കൃപയുടെ വരങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ, അതോറിറ്റികൾ നിങ്ങളുടെ മേൽ ദൈവം കൈമാറുകയാണ്. അപ്പോൾ തന്നെ സാമ്പത്തിക മേഖലയിൽ പരാജയപ്പെട്ട, നിങ്ങളുടെ ഔദ്യോഗിക മേഖലകൾ പരാജയപ്പെട്ട, കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥത തുടക്കത്തിൽ പറഞ്ഞതുപോലെ തലമുറകളുടെ വിഷയത്തിലുള്ള പരാജയങ്ങൾ, ഇതിനെയൊക്കെ സ്വർഗം എടുത്തു മാറ്റി ഒരു വലിയ വർധനവിലേക്ക് ദൈവത്തിന് നയിക്കേണ്ടതുണ്ട്. എന്തിന്? ദൈവത്തിൻ്റെ നാമം നിമിത്തം ദൈവം അത് ചെയ്യും. കേട്ടോ, നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിൻ്റെ നിന്ന അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിൻ്റെ വിളവും വർദ്ധിപ്പിക്കും. ഒന്ന്, ഫലം ദൈവം വർദ്ധിപ്പിക്കും. റിസൾട്ടുകൾ കാണാത്ത ചില വിഷയങ്ങൾ എഫർട്ട് എടുത്തിട്ടും കായ്ക്കാൻ കഴിയുന്നില്ല, അല്ലേ? സ്ട്രെയിൻ എടുത്തിട്ടും കായ്ക്കാൻ കഴിയുന്നില്ല, മുന്നേറാൻ കഴിയുന്നില്ല.
മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. ഒരു വല വിരിച്ച് അതിനകത്ത് ഒതുക്കപ്പെടുന്നത് പോലെ ആയിരിക്കുന്ന ചിലരുണ്ട്. പക്ഷേ ഈ പകൽ അതിനെ ദൈവം പൊട്ടിച്ചെറിയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ പറ, കർത്താവേ, ഞാനിവിടെ ഒതുങ്ങേണ്ടവളല്ല. എൻ്റെ മേൽ അനോയിൻറ്റിങ് ഉണ്ടായിരുന്നു. എൻ്റെ മേൽ ഒരു ഘട്ടത്തിൽ കൃപാവരങ്ങൾ ഉണ്ടായിരുന്നു, പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ ആത്മാവിൽ ആരാധിച്ച ഒരു ശക്തമായ ആത്മീക വർധനവിൻ്റെ സമയമുണ്ടായിരുന്നു. എല്ലാം ക്ഷാമത്തിലേക്ക്, ഷോർട്ടേജിലേക്ക്, ശൂന്യതയിലേക്ക് മാറ്റപ്പെട്ടു. ഇന്ന് പകലതൊന്ന് വർദ്ധിപ്പിച്ചു തരണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് വരേണ്ട എല്ലാ വിടുതലുകളും ഒന്ന് വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ ഒരു വർധനവ് നൽകണമേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? അകത്തും പുറത്തും വർധനവ് നൽകുന്ന ദൈവം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ പറയുന്നു, കർത്താവിനോട് പറ, കർത്താവെ ഒന്ന് വർദ്ധിപ്പിക്കും. കാരണം എത്ര ചോദ്യങ്ങളുടെ നടുവിലാണ് നമ്മളായിരിക്കുന്നു. പകൽ സകല ചോദ്യങ്ങളുടെ മേലും ദൈവം പറയുന്നു, ഞാൻ ആ നിന്ന എടുത്തു മാറ്റുകയാണ്, ഞാൻ ആ ക്ഷാമത്തെ എടുത്തു മാറ്റുകയാണ്, ഞാൻ ആ വരൾച്ചകളെ എടുത്തു മാറ്റുകയാണ്, ഞാൻ ആ തളർച്ചകളെ എടുത്തു മാറ്റുകയാണ്, ഞാൻ ഇടിവുകളെ പണിയാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. വേണ്ടും പോലെ ശോഭിക്കാൻ കഴിയാതെ, പ്രസംഗിക്കുവാൻ കഴിയാതെ, ആത്മാവിൽ കമാൻഡ് ചെയ്യാൻ കഴിയാതെ ഒതുക്കപ്പെടുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും പറയുന്നു, ഞാൻ വർദ്ധിപ്പിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഞാൻ വർദ്ധിപ്പിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും അകൃത്യങ്ങളും നീക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ നിന്ദകളുടെ ചില വലകൾ ദൈവം പൊട്ടിച്ചെറിയുകയാണ്. ഒന്നടുത്ത് വരാമോ പ്രിയരെ? എത്ര നാളായി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കേണ്ടതുപോലെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും, നിരാശ കൊണ്ടുവരുന്നില്ലേ? ചില വേദനകൾ നിങ്ങളെ അലട്ടുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വിരാമം വരുന്നില്ലേ? അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയല്ലേ? യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ചില സാമ്പത്തിക തകർച്ചകൾ മാറുന്ന പകൽക്കാലം ആ ക്ഷാമങ്ങൾ മാറട്ടെ. കുടുംബങ്ങളുടെ കൈകൾ കൊട്ടവിട്ട് ഒഴിയുക, തോളിൽ നിന്ന് ചുമട് നീങ്ങുക. അപ്പോൾ തന്നെ ആത്മീയ ഉണർവിൻ്റെ പകൽക്കാലം പറ, കർത്താവേ, എൻ്റെ മേൽ ആ വർധന ഒന്ന് വരട്ടെ. വൃക്ഷത്തിൻ്റെ ഫലത്തെ വർദ്ധിപ്പിക്കുന്നത് പോലെ നമ്മളൊരു വൃക്ഷമായി നട്ടിരിക്കുകയാണ്, ഒരു മുന്തിരിയായി നട്ടിരിക്കുകയാണ്. അപ്പോൾ വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലമാണ് വരേണ്ടത്. എന്നാൽ ഫലം കഴിക്കാൻ കഴിയാതെ വണ്ണം വരണ്ടിരിക്കുന്ന അവസ്ഥകളുടെ മേൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നദി പെയ്തിറങ്ങുന്നു, ഒഴുകി വരുന്നു. നിങ്ങൾ നനയ്ക്കപ്പെടുക മാത്രമല്ല, അതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ചില ഫലങ്ങൾ, ചില പറവകൾ അതിലേക്ക് ഓടി വരാൻ പോകുന്നു. അനേകർക്ക് അഭയം കൊടുക്കുന്ന ഒരു തലത്തിലേക്ക് ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ഈ പകൽ സകല ക്ഷാമങ്ങളും നിന്ദകളും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മാറട്ടെ, ഞങ്ങളുടെ തലമുറകളിൽ നിന്ന് മാറട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രോഗത്തിൻ്റെ നിന്ദകൾ മാറട്ടെ, വെല്ലുവിളികളുടെ നിന്ദകൾ മാറട്ടെ, തകർച്ചകളുടെ നിന്ദകൾ മാറട്ടെ, അനൈക്യത്തിൻ്റെ നിന്ദകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അന്ധകാര വാഭിചാര കെട്ടുകൾ പൊട്ടി മാറട്ടെ. പിതാവേ, ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഈ വിടുതൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നു, ഈ ബലം ഞങ്ങൾ ഏറ്റെടുക്കുന്നു, ഈ സൗഖ്യം ഞങ്ങളെ വർദ്ധിപ്പിക്കുന്ന, എല്ലാത്തിലും വർദ്ധിപ്പിക്കുന്ന, ഒരു കൃപാവരത്തിലും കുറവില്ലാതെ പ്രാർത്ഥനയുടെ ഒരു വർധനവ്, അഭിഷേകത്തിൻ്റെ ഒരു വർധനവ്, ഹല്ലേലൂയ, ആരാധനയുടെ ഒരു വർധനവ്, ഹല്ലേലൂയ, ദൈവകൃപയുടെ ഒരു വർധനവ് ഇന്ന് പകൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുക. സ്തോത്രം. ഈ ബലത്തോടെ ഈ പകൽ ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ ആമേൻ. ഇനിയും ജാതികളുടെ ഇടയിൽ നിന്ന് വഹിക്കാൻ, ക്ഷാമത്തിൻ്റെ നിന്ന് വഹിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കുന്ന, ഉളവാക്കുന്ന, നമ്മുടെ മേലുള്ള ആത്മീക അധികാരങ്ങൾ വെളിപ്പെടുത്തുന്ന പകൽക്കാലമാകട്ടെ. ഈ വചനങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസംഗിച്ചു.